നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൈൻ ബസേരെ മേം എന്ന യാത്രാവൃത്താണ്. അമൃതലാൽ വേഗഡാണ് ഇത് എഴുതിയിട്ടുള്ളത്. യാത്രാവൃത്തി എന്ന് പറഞ്ഞാല് യാത്രാ വിവരണം എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്രാ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ലേഖകനെ കുറിച്ച് ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. അമൃതലാൽ വേഗഡ് കാ ജന്മ മധ്യപ്രദേശ് മേം ഹുവ. നമ്മുടെ എഴുത്തുകാരൻ ജനിച്ചത് മധ്യപ്രദേശിലാണ്. ഉन्होंने 1948 से 1953 तक शांति निकेतन में कला का अध्ययन किया. അദ്ദേഹം 1948 മുതൽ 1953 വരെ ശാന്തി നികേതനില് കല ആർട്ട് പഠിച്ചു എന്നാണ് പറയുന്നത്. വേ നർമ്മദാവ്രതി ചിത്രകാർ ഔർ ലേഖക ഹെ. അദ്ദേഹം നർമ്മദാവ്രതി ചിത്രകാരനും ലേഖകനുമാണ്, അതായത് എഴുത്തുകാരനുമാണ്. മധ്യപ്രദേശ് ശാസൻ കെ സംസ്കൃതി വിഭാഗ് ദ്വാര രാഷ്ട്രീയ ശരത് ജോഷി സമ്മാൻ, കേന്ദ്ര സർക്കാർ ദ്വാര മഹാപണ്ഡിത് രാഹുൽ സാഗർത്യായൻ പുരസ്കാർ, വിദ്യാനിവാസ് മിശ്ര സ്മൃതി സമ്മാൻ ആദി സേവേ പുരസ്കൃത ഹെ. ഈ പറഞ്ഞിട്ടുള്ള പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സൗന്ദര്യ കി നദി നർമ്മദ, അമൃതസ്യ നർമ്മദ, തീരെ തീരെ നർമ്മദ ആദി ഉൻകി പ്രസിദ്ധ രചനായും ഹെ. നമുക്കിവിടെ 3 രചനകൾ തന്നിട്ടുണ്ട്. ഈ 3 രചനകളും അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ്, ഭയങ്കര പ്രശസ്തമായിട്ടുള്ള സൃഷ്ടികളാണ് എന്നാണ് പറയുന്നത്. റൈൻ ബസേരെ മേം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. റൈൻ എന്ന് പറഞ്ഞാല് രാത്രി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. റൈൻ ബസേര എന്ന് പറഞ്ഞാല് രാത്രി താമസിക്കുന്ന, രാത്രി ചെലവഴിക്കുന്ന സ്ഥലത്തിനാണ്. മലയാളത്തിൽ ഇതിന് സത്രം എന്നൊക്കെ അർത്ഥം വരും. ഈ രാത്രിയിൽ കിടക്കാൻ വീടില്ലാത്തവർക്കും വഴിയാത്രക്കാർക്കും ഈ പാവപ്പെട്ടവർക്കൊക്കെ കിടക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഷെൽട്ടറാണ് ഇത് കേട്ടോ. ഇപ്പൊ ഡൽഹിയിലൊക്കെ റൈൻ ബസേര എന്ന് പറഞ്ഞ് ഷെൽട്ടറുകൾ വരെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. धीरे धीरे नर्मदा अमृतलाल वेगड़ की नर्मदा പദയാത്രാവും കാ വൃത്താന്ത ഹെ. ധീരെ ധീരെ നർമ്മദ എന്നുള്ളത് അമൃതലാൽ വേഗഡിന്റെ നർമ്മദ കാൽനടയാത്രകളുടെ വിവരണമാണ് എന്നാണ് പറയുന്നത്. പ്രഥം പദയാത്ര उन्होंने अपने 50 साल की आयु में 1977 में की और अंतिम 2009 में. ആദ്യത്തെ കാൽനടയാത്ര അദ്ദേഹം തന്റെ 50ാമത്തെ വയസ്സിൽ 1977 ചെയ്തു, നടത്തി. അവസാനത്തേത് 2009. इन 33 वर्ष के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है धीरे धीरे नर्मदा. ഈ 33 വർഷത്തിനിടയിൽ ചെയ്ത ഏകദേശം 4000 കിലോമീറ്ററിന്റെ കാൽനടയാത്രകളുടെ വിവരണമാണ് धीरे धीरे नर्मदा. इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर 1997 को की गई पदयात्रा के अनुभव यहाँ दिए गए हैं. ഇതോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് തന്റെ സഹായി ചോട്ടുവിനൊപ്പം 1997 ഒക്ടോബർ 11 നടത്തിയ കാൽനടയാത്രയുടെ അനുഭവമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി നമ്മുടെ യാത്രാ വിവരണത്തിലേക്ക് കടക്കാം. രാത് കോ തോടി ദേർ കേ ലിയേ മേം ബാഹർ നിക്കലായ ഔർ ആകാശ് തലെ ബൈഠ് ഗയ. രാത് എന്ന് പറഞ്ഞാല് രാത്രി എന്നാണ് അർത്ഥം വരുന്നത്. തോടി എന്ന് പറഞ്ഞാല് കുറച്ച്. മേം എന്ന് പറഞ്ഞാൽ ഞാൻ. ഇവിടെ ഞാൻ ആരാണ്? നമ്മുടെ എഴുത്തുകാരനാണ്, അമൃതലാൽ വേഗഡാണ് കേട്ടോ. ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത് എന്നാണ് അർത്ഥം വരുന്നത്. ആയ എന്ന് പറഞ്ഞാൽ വന്നു. ആകാശ് എന്ന് പറഞ്ഞാല് ആകാശം. തല എന്ന് പറഞ്ഞാൽ താഴെ. ബൈഠ് ഗയ എന്ന് പറഞ്ഞാല് ഇരുന്നു. രാത്രിയില് കുറച്ച് സമയത്തേക്ക്, കുറച്ചു നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് എന്താ നമ്മുടെ എഴുത്തുകാരൻ ചെയ്തത്? ആകാശത്തിന് താഴെ ഇരുന്നു.
അതായത് ലേഖകൻ എന്ത് ചെയ്തു, രാത്രി എന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അല്ലെ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആകാശത്തിന് താഴെ വന്നിരുന്നു. നമ്മളിങ്ങനെ ആകാശം നോക്കിയിരിക്കില്ലേ, അതേപോലെ അദ്ദേഹം ഇങ്ങനെ ഇരുന്നു എന്നാണ് പറയുന്നത്. താരെ ऐसे लग रहे थे मानो किसी ने आकाश में सफेद तिल बिखेर दिए हो. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രാണ്. കിസീനെ ആരോ, സഫീദ് എന്ന് പറഞ്ഞാൽ വെള്ള കളറിനാണ് കേട്ടോ. തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. ഈ നക്ഷത്രങ്ങളെ കാണുമ്പോ എന്താ അദ്ദേഹത്തിന് തോന്നിയത് എന്നറിയോ? ആകാശത്ത് ആരോ വെളുത്ത എള്ള് വിതറിയത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ചാന്ദ് നഹീ താ ഇസ്ലിയേ താരെ ഖുൽക്കർ സാമനെ ആ ഗയേ ഥേ. ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, അമ്പിളിമാമനാണ് ഈ ചാന്ദ് എന്ന് പറയുന്നത്. ഖുൽക്കർ എന്ന് പറഞ്ഞാല് തുറന്ന്, സാമനെ ആ ഗയേ ഥേ മുന്നോട്ട് വന്നിരുന്നു. അതായത് ചന്ദ്രൻ ഇല്ലായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് എന്താണ്, നക്ഷത്രം തുറന്നു മുന്നോട്ട് വന്നിരുന്നു. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ, ചന്ദ്രൻ ഇല്ലാത്തതിനാൽ നക്ഷത്രങ്ങൾ എന്താണ്, വ്യക്തമായിട്ട് കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ലേഖകൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ ആകാശത്ത് ചന്ദ്രന്റെ വെളിച്ചം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ അതില്ലാതിരിക്കുമ്പോൾ ആകാശത്ത് ഒരുപാട് കുഞ്ഞു നക്ഷത്രങ്ങളെ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. അങ്ങനെ ഈ തെളിഞ്ഞു കാണുന്ന കുഞ്ഞു നക്ഷത്രങ്ങളെ വെളുത്ത നിറത്തിലുള്ള എള്ള് വിതറിയത് പോലെയാണെന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓരോ വാക്കുകളുടെ അർത്ഥവും മുകളിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത അർത്ഥങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ടെക്സ്റ്റിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. സൂരജ് ചൽത്താ ഹെ അക്കേല, താരെ ചൽത്താ ഹെ ജമാഅത്ത് മേ. സൂരജ് സൂര്യനാണ് സൂരജ് എന്ന് പറയാ. അക്കേല ഒറ്റയ്ക്ക്. താര എന്ന് പറഞ്ഞാല് നക്ഷത്രം, താരെ എന്ന് പറഞ്ഞാല് നക്ഷത്രങ്ങൾ. സൂര്യൻ ഒറ്റയ്ക്ക് നീങ്ങുന്നു, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. നക്ഷത്രങ്ങൾ കൂട്ടമായി നീങ്ങുന്നു എന്നാണ് പറയുന്നത്. അമാവസ് കി രാത് കോ താരോ കാ ഭണ്ഡാര ഭർത്താ ഹെ. അമാവസ് എന്ന് പറഞ്ഞാല് അമാവാസി, ആകാശത്ത് ചന്ദ്രനെ കാണാത്ത രാത്രിയാണ്. രാത് എന്ന് പറഞ്ഞാല് രാത്രി, താര നക്ഷത്രം, ഭണ്ഡാര എന്ന് പറഞ്ഞാല് ഹിന്ദിയിൽ സമൂഹ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് അമാവാസി, ചന്ദ്രനില്ലാത്ത രാത്രിയില് നക്ഷത്രങ്ങളുടെ സമൂഹ്, അതായത് നക്ഷത്രങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട്, നക്ഷത്രങ്ങൾ ഒരു കൂട്ടായിട്ട് നിറയുന്നു എന്നാണ് പറയുന്നത്. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. ഇവിടെ നമ്മുടെ ലേഖക് പകലിലെയും രാത്രിയിലെയും ആകാശത്തെ UK പാർലമെന്റിലെ 2 സഭകളായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചിത്രം കണ്ട് മനസ്സിലാക്കുക, ഹൗസ് ഓഫ് ലോർഡ് ഒരു മേൽസഭയാണ്. അവിടെ മുൻ ജഡ്ജിമാര്, രാജാക്കന്മാരുടെ ഉപദേശകരാവും ഉണ്ടാവുക. അത് കുറച്ച് ശാന്തമായിട്ടുള്ള, കുറച്ച് കാമായിട്ടുള്ളതും കുറച്ചൊക്കെ സീരിയസ് ആയിട്ടുള്ള സഭയാണ്. അപ്പോ ഹൗസ് ഓഫ് ലോർഡ് ദിൻക ആകാശ്, പകലിലെ ആകാശമാണെന്നാണ് പറയുന്നത്. അതായത് പകൽ ആകാശത്ത് സൂര്യൻ ഉണ്ടായിരിക്കില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഹൗസ് ഓഫ് കോമൺസ്, അത് പൊതുജനങ്ങൾക്കായിട്ടുള്ള സഭയാണ്. അവിടെ ചർച്ചകളും വാദങ്ങളും ഒക്കെ ഉണ്ടാവും. പൊതുജനങ്ങളായതുകൊണ്ട് തന്നെ ഒരിളക്കും ഒരു ആവേശമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ ഹൗസ് ഓഫ് കോമൺസ് അതിനെ രാത് കാ ആകാശ്, രാത്രിയിലെ ആകാശമാണെന്നാണ് പറയുന്നത്. രാത്രിയില് ആകാശ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതിനെയാണ് ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. പകലിലെ ഒരു സൂര്യനെയും രാത്രിയിലെ ഒരുപാട് നക്ഷത്രങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കുറച്ച് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. അപ്പൊ പറഞ്ഞ പോലെ ഒക്കെ മാർക്ക് ചെയ്തിട്ട് പഠിച്ചെടുക്കുക. ഇനി നമ്മുടെ ലേഖകനും സഹായിയായ ചോട്ടും രാവിലെ യാത്ര തുടങ്ങുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കത് വായിക്കാം. സുബഹ് ആകെ ബഡേ. സുബഹ് എന്ന് പറഞ്ഞാല് രാവിലെ, രാവിലെ മുന്നോട്ട് നീങ്ങി. പഗഡണ്ടി ഏകാ ഏക് ഖതർനാക് ഹോ ഗയി.
പകിടണ്ടി എന്ന് പറഞ്ഞാല് ഒറ്റയടി പാത. ഏകാഏക് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്. ഖത്തർനാക്ക് എന്ന് പറഞ്ഞാല് അപകടകരം. ഒറ്റയടി പാത പെട്ടെന്ന് അപകടകരമായി എന്നാണ് പറയുന്നത്. ജറാ ചൂക്കെ ഔർ സീദേ പാനി മേ. ജറാ ചൂക്കെ, ചൂക്ക് എന്ന് പറഞ്ഞാല് തെറ്റ്, ഗൽത്തി എന്നാണ്. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ഒന്ന് തെറ്റിയ, അതായത് ഒരു മിസ്റ്റേക്ക് പറ്റിയ നേരെ വെള്ളത്തിലേക്ക്. പത്തലി ഹോത്തെ ഹോത്തെ വഹ് ലുപ്ത് ഹോ ഗയി. പത്തലി എന്ന് പറഞ്ഞാൽ നേർത്ത, തിന്നായിട്ടുള്ളത്. ഈ ഒറ്റടിയ അതാ നേർത്തതാണ്. അതങ്ങനെ നേർത്ത് ഇല്ലാതായിപ്പോയി, അപ്രത്യക്ഷമായിപ്പോയി എന്നാണ് പറയുന്നത്. ഖടി ചടായി ചടുക്കർ മുഷ്കിൽ സി ഊപ്പർ ആയി. ഖടി എന്ന് പറഞ്ഞാല് കുത്തനെയുള്ളത്. ചടായി എന്ന് പറഞ്ഞാല് കയറ്റം. ചടുക്കർ എന്ന് പറഞ്ഞാൽ കയറിയിട്ട്. മുഷ്കിൽ എന്ന് പറഞ്ഞാല് കഷ്ടപ്പെട്ട്, ബുദ്ധിമുട്ടിയിട്ട് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഊപ്പർ എന്ന് പറഞ്ഞാല് മുകളിൽ. കുത്തനെയുള്ള കയറ്റം കയറിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരെന്ത് ചെയ്തു? മുകളിൽ വന്നു, മുകളില് കയറി എന്നാണ് പറയുന്നത്. ലേക്കിൻ ऊपर न गड़वाड़ थी न पगडंडी और बादल थे कि हमें लगातार दमका रहे थे. ലേക്കിൻ എന്ന് പറഞ്ഞാല് പക്ഷി. പകിടണ്ടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒറ്റയടി പാത. ബാദൽ എന്ന് പറഞ്ഞാല് മേഘം. ദംകാന എന്ന് പറഞ്ഞാല് പേടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നല്ലൊരു വഴി ഉണ്ടായിരുന്നില്ല, ഒറ്റടിപ്പാതയും ഉണ്ടായിരുന്നില്ല, മേഘം ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് എന്ത് ചെയ്തു? തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു? പേടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വേസി മഡ്കർ ഘനെ കാലേ മേഘോമേ പരിവർത്തിത് ഹോ രഹേ തേ. സിമഡ്കർ എന്ന് പറഞ്ഞാല് ഉരുണ്ടുകൂടി. ഘനെ എന്ന് പറഞ്ഞാല് ഇടതൂർന്ന, കട്ടിയുള്ള. കാലേ കറുത്ത. മേഘോമേ പരിവർത്തിത് ഹോ രഹേ തേ, അവ ഉരുണ്ടുകൂടി ഇടതൂർന്ന കറുത്തിട്ടുള്ള മേഘങ്ങളായിട്ട് മാറുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കബീബി ബരസ് സക്തേ ഥേ. നമ്മള് മേഘങ്ങള് ഉരുണ്ടുകൂടി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് എപ്പോ വേണമെങ്കിലും പെയ്യാമായിരുന്നു, പെയ്തേക്കാം എന്നുള്ള നിലയിൽ നിൽക്കാണ്. കഹീം ഏക് ആദ്മി തക് നസർ നഹീം ആ രഹാ ഥാ. ഏക് എന്ന് പറഞ്ഞാല് ഒന്ന്, ഒരു എന്നൊക്കെ അർത്ഥം വരും. ആദ്മി എന്ന് പറഞ്ഞാല് മനുഷ്യൻ. നസർ നെഹി ആരഹാത്ത എന്ന് പറഞ്ഞാല് കാണാനില്ലായിരുന്നു. ഒരിടത്തും എവിടെയും ഒരു മനുഷ്യനെ വരെ കാണാനില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കിസി തരഹ് പത്തോട പഹൂച്ചേ. എങ്ങനെയോ അവരെ എവിടെ എത്തി? പത്തോടയിലെത്തി. ഇതൊരു മധ്യപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അത് നോട്ട് ചെയ്യുക, കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. रोज की उपेक्षा आज हम आधा ही चल पाए थे, लेकिन पानी के डर से इसी गांव में रुकना पड़ा. എന്ന് പറഞ്ഞാല് ഇന്ന്, ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ആദാ എന്ന് പറഞ്ഞാല് പകുതി, ലേക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു, പക്ഷേ എന്നുള്ള അർത്ഥാണ്. പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ഡർ എന്ന് പറഞ്ഞാൽ പേടി, ഭയം എന്നുള്ള അർത്ഥാണ് വരുന്നത്. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. രുക്ന പട എന്ന് പറഞ്ഞാല് നിൽക്കേണ്ടി വന്നു. ഇപ്പൊ നമ്മുടെ ലേഖകനും സഹായിയായ ചോട്ടുമാണ് ഈ കാൽനടയാത്രയൊക്കെ നടത്തുന്നത്. അപ്പൊ അവർക്ക് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പകുതി മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് ലേഖകൻ പറയുന്നത്. ലേക്കിൻ പാനിക്ക് ഡർസേ, അവർക്ക് എന്താണ്? വെള്ളത്തിനോടുള്ള പേടി. വെള്ളം, അതായത് അവിടെ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വെള്ളത്തിനോടുള്ള പേടി കാരണം അവരെന്ത് ചെയ്തു? അവർക്ക് ഗ്രാമത്തിൽ നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. കുച്ച് ലോഗോനെ മിൽക്കർ ഗാവ് മേ ഏക് മന്ദിർ ബൻവായാ ഹെ. കുച്ച് ലോഗ് എന്ന് പറഞ്ഞാല് കുറച്ചാളുകള്, മിൽക്കർ എന്ന് പറഞ്ഞാല് ചേർന്നിട്ട്. ഗാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഗ്രാമം എന്നുള്ള അർത്ഥാണ്. മന്ദിർ എന്ന് പറഞ്ഞാല് അമ്പലം, ക്ഷേത്രം, ടെമ്പിൾ എന്നുള്ള അർത്ഥമൊക്കെയാണ് വരുന്നത്. കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഗ്രാമത്തിൽ ഒരു അമ്പലം, ഒരു ക്ഷേത്രം ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അഭി മൂർത്തിക്ക് സ്ഥാപന. അഭി എന്ന് പറഞ്ഞാല് ഇപ്പോൾ.
മൂർത്തി എന്ന് പറഞ്ഞാൽ പ്രതിമ, നമ്മൾ ദൈവത്തിന്റെ ഓരോ രൂപം ഉണ്ടായിരിക്കില്ലേ, അതാണ് പറയുന്നത്. സ്ഥാപന നെഹി ഹുയി ഹെ, സ്ഥാപിച്ചിട്ടില്ല, ഇപ്പോൾ പ്രതിമ സ്ഥാപിച്ചിട്ടില്ല. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. മന്ദിർ ക്ഷേത്രം, അമ്പലം. ബരാംദ എന്ന് പറഞ്ഞാല് വരാന്ത. ലോഹ ഇരുമ്പ്, ജാളിവാല അഴികളുള്ള, ദർവാസ എന്ന് പറഞ്ഞാല് വാതിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അമ്പലത്തിന്റെ വരാന്തയില് ഇരുമ്പിന്റെ അഴികളുള്ള വാതിലുണ്ട് എന്നാണ് പറയുന്നത്. मंदिर की देख रेख करने वाले ग्रामीण ने उसे हमारे लिए खोल दिया. देख रेख എന്ന് പറഞ്ഞാല് സംരക്ഷണം, ഹമാരെ ലീ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടി. ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ഗ്രാമീണൻ അത് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഗ്രാമീൺ എന്നുള്ളത് ഞാൻ ഗ്രീൻ കളറിൽ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്താണ്, ഇവരെ സഹായിക്കുകയാണ് ചെയ്തത്. ഇയാളെ സഹായിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. അപ്പൊ ഈ ഗ്രാമീൺ എന്നുള്ളത് നിങ്ങളും മാർക്ക് ചെയ്ത് വെക്കുക. ഹമാരി ലീ എന്ന് പറഞ്ഞാല് ആർക്ക് വേണ്ടിയിട്ടാണ് അത് അവിടെ തുറന്നത്? നമ്മുടെ ലേഖകനായ അമൃതലാൽ വേഗടിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹായിയായ ചോട്ടുവിനും വേണ്ടിയിട്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളത്. ആജ് യഹി ബരാംദ ഹമാര റൈൻ ബസേര ഹെ. ആജ് എന്ന് പറഞ്ഞാല് ഇന്ന്, ബരാംദ എന്ന് പറഞ്ഞാല് വരാന്ത, റൈൻ എന്ന് പറഞ്ഞാല് രാത്രി എന്നുള്ള അർത്ഥമാണ്. ഹിന്ദിയില് രാത്രിക്ക് രാത് എന്നാണ് പറയുന്നത്. അപ്പോ റൈൻ ബസേര എന്ന് പറഞ്ഞാല് രാത്രി താമസിക്കുന്ന സ്ഥലം, അതായത് ഈ വീടില്ലാത്ത ആളുകള്, രാത്രി താമസിക്കാൻ സ്ഥലമില്ലാത്ത യാത്രികരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടറാണ് ഈ റൈൻ ബസേര എന്ന് പറയുന്നത്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഇങ്ങനെ ഈ റൈൻ ബസേര എന്ന് പറഞ്ഞ ഷെൽട്ടറുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ചാപ്റ്ററിന് പേര് വരെ വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറയുന്നത് എന്താണെന്ന്, ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ രാത്രി താമസിക്കുന്ന സ്ഥലം. അപ്പൊ നമ്മുടെ ലേഖകന്റെയും കൂടെയുള്ള സഹായിയും എവിടെയാണ് താമസിക്കുന്നത്? ബരാന്തയിലാണല്ലേ, ഒരു അമ്പലത്തിന്റെ വരാന്തയിലാണ് ഇവര് താമസിക്കുന്നത്. പാനി ലാനെ കേ ലിയേ ബാൽട്ടി ദി. പാനി വെള്ളം, ബാൽട്ടി എന്ന് പറഞ്ഞാല് ബക്കറ്റ്, വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ബക്കറ്റ് തന്നു. ഫർഷ് पर बिछाने के लिए एक बहुत बड़ी दरी दी और सदाव्रत के लिए भी पूछा, लेकिन वह हमारे पास पर्याप्त था. ഫർഷ് എന്ന് പറഞ്ഞാല് തറ, ബഹുത്ത് എന്ന് പറഞ്ഞാല് വളരെ, ബഡി എന്ന് പറഞ്ഞാല് വലിയ, ദരി എന്ന് പറഞ്ഞാല് കട്ടിയുള്ള നൂലിന്റെ കിടക്കയാണ്. അപ്പൊ ഇവർക്ക് തറയിൽ വിരിക്കാൻ ഒരു വളരെ വലിയ കട്ടിയുള്ള നൂലിന്റെ ഒരു കിടക്ക കൊടുത്തു. ഔർ സദാവ്രത് കേലിയെ ഭീ പൂച്ച. സദാവ്രത് എന്ന് പറഞ്ഞാല് യാത്രക്കാർക്ക് ആവശ്യ സാധനങ്ങള് ചെലവില്ലാതെ ലഭ്യമാക്കാനുള്ള ഒരു ക്രമീകരണമാണ് കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടും ആര് ചോദിച്ചു? നമ്മുടെ ഗ്രാമീണൻ ചോദിച്ചു, അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ടോന്ന്. ലേക്കിൻ വഹ് ഹമാരെ പാസ് പര്യാപ്ത ഥ. പക്ഷെ അവർക്ക് എന്താണ്, അവർക്ക് ഈ കിട്ടിയിട്ടുള്ള കാര്യങ്ങളും അവരുടെ അടുത്തുള്ളതൊക്കെ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. ചോട്ടു ബാഹർ ഖാന ബനാ രഹാ ഥ. ചോട്ടു എന്ന് പറയുന്നത് നമ്മുടെ ലേഖകന്റെ, നമ്മുടെ എഴുത്തുകാരന്റെ സഹായിയാണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ഖാന എന്ന് പറഞ്ഞാല് ഭക്ഷണം. അപ്പൊ ചോട്ടു പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു. ദാൽ തോ ബൻ ഗയി ഥി पर वह खाखड़ बना रहा था कि पानी आ गया. ദാൽ എന്ന് പറഞ്ഞാല് പരിപ്പ്, ഖാക്കഡ് എന്ന് പറഞ്ഞാല് അതൊരു ഹിന്ദിക്കാരുടെ ഫുഡാണ്, ഗോതമ്പിന്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ചപ്പാത്തിയേക്കാൾ അത് ചെറുതായിരിക്കും. അപ്പൊ ഇവര് പരിപ്പ് തയ്യാറായിരുന്നു. ദാൽ തോ ബൻ ഗയി ഥി പർ, പക്ഷേ അവൻ ഖാക്കഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ വെള്ളം വന്നു. प्रायः सभी खेतों में या तो सोयाबीन कट रहा है या कटे हुए सोयाबीन के ढेर लगे हैं. ഗേത്ത് എന്ന് പറഞ്ഞാല് വയലാണ്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് മിക്കവാറും എല്ലാ വയലുകളിലും ഒന്നുമില്ലെങ്കിൽ സോയാബീൻ കട്ട് ചെയ്യാണ്, വിളവ് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ വിളവെടുത്ത സോയാബീന്റെ
കട്ട് ചെയ്തിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ, അതിന്റെ കൂമ്പാരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇസ് പാനി സി കിസാനോം കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. കിസാൻ എന്ന് പറഞ്ഞാല് കർഷകൻ, ഭാരി എന്ന് പറഞ്ഞാല് ഭാരപ്പെട്ട, നുക്സാൻ എന്ന് പറഞ്ഞാല് നഷ്ടം. ഈ വെള്ളം കാരണം, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘം മൂടി നിൽക്കുന്നുണ്ട്, മഴ പെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ഈ വെള്ളം വരുന്നുണ്ട്, മഴ പെയ്തിട്ടും അല്ലാതെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ് ഈ വെള്ളം കാരണം കർഷകർക്ക് ഭാരപ്പെട്ട നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്, ഉണ്ടാകുന്നത് എന്ന് പറയാണ്. ഇവിടെ കിസാൻ എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ഇവരും നമ്മുടെ ഈ യാത്രാ വിവരണത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ലേഖകൻ കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ചും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മഴ വന്നപ്പോ, വെള്ളം വന്നപ്പോ ഇത് കർഷകരെ മോശമായിട്ട് ബാധിക്കുന്ന എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇതൊരു ഭാരപ്പെട്ട നഷ്ടത്തിലേക്ക് അവരെ നയിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ശരി തന്നെയല്ലേ, കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ അവർ അത്രയും അധ്വാനിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ കൃഷിയൊക്കെ ഒന്നും അല്ലാതായി പോവും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ലേഖകന് നല്ല ബോധ്യമുണ്ട്. കാരണം അദ്ദേഹം ഈ കാൽനടയാത്ര നടത്തുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുള്ള പ്രദേശത്തുള്ള ആളുകളുടെ ജോലിയും അവരെ ബുദ്ധിമുട്ടും അവരേതൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഓരോരുത്തരെയും കുറിച്ചിട്ട് നമ്മുടെ ലേഖകന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കിസി തര ചോട്ടുനെ ഗാക്കട്ട് ബനാലിയെ. എങ്ങനെയൊക്കെയോ ചോട്ടു ഗാക്കട്ട് ഉണ്ടാക്കി. खाना खाकर थोड़ा आराम करके जब सोने लगे तब तक पानी बंद हो चुका था. ഖാന കാക്കർ ഭക്ഷണം കഴിച്ച്, തോട ആറാം കരക്കെ കുറച്ച് വിശ്രമിച്ച്, ജബ് സോനെ ലഗേ തോ തബ് തക് പാനി ബന്ദ് ഹോ ചുകാ താ. ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പോഴേക്കും വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബാഹർ ബിജ്ലി കാ ബൾബ് ജൽ രഹാ താ. ബാഹർ എന്ന് പറഞ്ഞാല് പുറത്ത്, ബിജ്ലി എന്ന് പറഞ്ഞാല് കറണ്ടാണ് കേട്ടോ. പുറത്ത് കറണ്ടിന്റെ ബൾബ് കത്തുന്നുണ്ടായിരുന്നു. रात को जब मैं उड़ा तो मेरे पैरों के पास की खाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. രാത്രി, പേർ എന്ന് പറഞ്ഞാല് കാലാണ്, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇപ്പൊ രാത്രിയില് ഞാനൊന്ന് ഉണർന്നപ്പോ എന്റെ കാലിന്റെ അടുത്തുള്ള കാലിയായിട്ടുള്ള ഈ ദരി എന്നല്ലേ നമ്മൾ പറയുന്ന നൂലിന്റെ കട്ടിയുള്ള കിടക്കയില് ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവര് ആരൊക്കെയുള്ളത്? നമ്മുടെ ലേഖകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹായിയുള്ളത്. അപ്പൊ അതുകൂടാതെ വേറൊരു മനുഷ്യനും കൂടെ അവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ബി ഓൺഠാ നഹീ ഥാ. അയാള് ഒന്നും പുതച്ചിരുന്നില്ല. ലേട്ടേ ലേട്ടേ ബഡ്ബഡാ രഹാത്ത. അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഓരോന്ന് പിറുവിറുക്കുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാ രഹാ ഹോ. ഏതോ കഥ പറയുന്ന പോലെ അയാൾ ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. ഫിർ ഏകാഏക് സോരോ സെ ഹസ്നേ ലഗ്താ. പിന്നെ പെട്ടെന്ന് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ഹസ്ന എന്ന് പറഞ്ഞാല് ചിരിക്കുക എന്നാണ് കേട്ടോ. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചോപ്പായി ബോൽത്ത. ഇടയ്ക്കിടയ്ക്കൊക്കെ രാമായണത്തിലെ വരികൾ, ശ്ലോകങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചൊല്ലുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഷായത് പാഗൽത്ത. ഒരു പക്ഷേ പ്രാന്തനായിരിക്കാം. മേം ചുപ് ചാപ് സോ ഗയ. ഞാൻ മിണ്ടാതെ, ഞാൻ നിശബ്ദനായിട്ട് ഉറങ്ങി എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അപ്പൊ അവിടെ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനാണെന്ന് അവര് വിചാരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തോടി ദേർ കെ ബാദ് വഹ് ഉടുക്കർ ബാഹർ ചലാ ഗയ. തോടി ദേർ കെ ബാദ് എന്ന് പറഞ്ഞാല് കുറച്ച് സമയത്തിന് ശേഷം, വഹ് ഉടുക്കർ ബാഹർ ചലാ ഗയ. അദ്ദേഹം എന്ത് ചെയ്തു? എഴുന്നേറ്റ് പുറത്തുപോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ. ലേക്കിൻ പക്ഷേ ജൽദി ഹി വാപ്പസ് ആയ, പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു, മടങ്ങി വന്നു. ദർവാസെ പർ ഖടാ ഹോക്കർ ഗുരായ. വാതിൽക്കൽ നിന്നുകൊണ്ട് അലറി. കോൻ ഹോ തും ലോഗ്. ആരാണ് നിങ്ങളൊക്കെ? യഹാ കേസി ഗുസ്സായേ ഹോ. ഇവിടെ എങ്ങനെ കടന്നു, എങ്ങനെ ഇവിടെ കയറി വന്നു എന്ന്
ആ ഭ്രാന്തനായിട്ടുള്ള വ്യക്തി ഇവരോട് ചോദിക്കുകയാണ്, निरीह से दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया। നിരീഹ് സേ ദിഖ്നെ വാലെ ഇസ് ആദ്മീനെ, കാണാൻ നിഷ്കളങ്കനായിട്ടുള്ള ഈ മനുഷ്യൻ, അയാൾ അവിടെ സൈലന്റ് ആയിട്ട് കിടക്കുകയായിരുന്നല്ലോ. ആ വ്യക്തി എന്ത് ചെയ്തു? ഒരു ഭീകര രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അബ് വഹ് ബേഹദ് ഗുസ്സേ മേ ഥാ, ഇപ്പോൾ അദ്ദേഹം എന്താണ്, വളരെയധികം ദേഷ്യത്തിൽ ആണ്, ഭയങ്കര അധികം ദേഷ്യത്തിലായിരുന്നു എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. ഇന്ന് ക്ലാസ് ഇതുവരെ എടുക്കുന്നുള്ളൂ. നമ്മുടെ ലേഖകനും സഹായിയായ ചോട്ടുവിനും എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ഭ്രാന്തനായിട്ടുള്ള വ്യക്തി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റ്സും ക്യാരക്ടേഴ്സിനെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഓരോ വാക്കുകളുടെ അർത്ഥവും മുകളിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എഴുതിയിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.